ഇന്ന് നമ്മൾ വയനാട് ഒരു സ്റ്റേക്കേഷൻ പോയ വീഡിയോ ആണ്. നമ്മൾ ഒരുപാട് പ്രാവശ്യം വയനാട് സ്റ്റേക്കേഷന് പോയിട്ടുണ്ടെങ്കിലും നിതാനുവിൻ്റെയും അതുപോലെ തന്നെ അമ്മേൻ്റെയും ആദ്യത്തെ റിസോർട്ട് സ്റ്റേക്കേഷനാണ് ഇത്. രാവിലെ ഒരു 11:30 ആകുമ്പോൾ ഇറങ്ങി പകുതി എത്തിയപ്പോൾ നല്ലോണം വിശന്നു. അപ്പം നമ്മൾ ലഞ്ച് കഴിക്കാമെന്ന് വിചാരിച്ചു. അമ്മ നല്ല അടിപൊളി മീൽസും ഫിഷ് ഫ്രൈയും ആണ് കഴിച്ചത്. നമ്മൾ പിന്നെ 3 ബിരിയാണിയും കഴിച്ചു. ഇനി നമുക്കൊരു 2 മണിക്കൂറത്തെ യാത്രയും കൂടി ഉണ്ട്. ഇപ്പം കുറച്ച് മഴ കുറഞ്ഞിട്ടുണ്ടെങ്കിലും ഇനി നമുക്ക് ചുരം കയറേണ്ടതാണ്. അതുകൊണ്ട് മഴ നല്ലോണം പെയ്ത് കഴിഞ്ഞാൽ പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. കറക്റ്റ് ചുരം കയറുമ്പോൾ തന്നെ മഴ അത്യാവശ്യം ഉണ്ടായിരുന്നു. എങ്ങനെയല്ലോ നമ്മൾ മുകളിലേക്ക് എത്തി. സത്യം പറഞ്ഞാൽ ഈ സമയത്ത് പോയത് വൻ റിസ്ക്കും ആയിരുന്നു. അങ്ങനെ അവസാനം നമ്മൾ വയനാട് എത്തിയിട്ടുണ്ട്. നമ്മൾ ഇന്ന് സ്റ്റേ ചെയ്യുന്നത് വൈത്രി വില്ലേജ് റിസോർട്ടിലാണ്. അച്ഛൻ്റെയും അനുവാട്ടിൻ്റെയും ഹണിമൂൺ സ്റ്റേക്കേഷൻ ഇവിടെയാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ കയറിയപ്പം തൊട്ട് ഓളെ തള്ളും കെട്ടിയിരിക്കുന്ന ഉണ്ടായത് നമ്മൾ. അങ്ങനെ നമ്മൾ ബാക്കി ചെക്ക് ഇൻ പ്രൊസീജിയർ ഒക്കെ കഴിഞ്ഞിട്ട് നേരെ റൂമിൽ എത്തിയിട്ടുണ്ട്. ഡ്രൈവ് ചെയ്ത് വന്നതുകൊണ്ട് തന്നെ അത്യാവശ്യം ക്ഷീണിതനായിട്ടാണ് ഉണ്ടായി നിഖിലേട്ടൻ. അതുകൊണ്ട് നമുക്ക് ചായ കുടിക്കാൻ പോയതെന്ന് വിചാരിച്ചു ഞാനും അമ്മയും ചേച്ചിയും മോനും കൂടി ചായ കുടിക്കാൻ പോയി. ചായ കോംപ്ലിമെൻ്ററി ആണ് കേട്ടോ. അതുകൊണ്ട് ഫ്രീ ആയിട്ട് നമ്മൾ എന്ത് കിട്ടിയാലും ഒഴിവാക്കാൻ പാടില്ലല്ലോ. അതുകൊണ്ട് തന്നെ ചായയും ഒരു ബട്ടർ ബിസ്ക്കറ്റും കഴിച്ചു. അതിനുശേഷം നമ്മൾ റിസോർട്ടിലെ കുറച്ച് ആക്ടിവിറ്റീസ് കാണാൻ പോകാമെന്ന് ചോദിച്ചു. അവരെ നമ്മൾ ബസ്സിൽ ഡ്രോപ്പ് ചെയ്യും കേട്ടോ. പൂള്, വാട്ടർഫോൾ, അതുപോലെ തന്നെ ആർച്ചറി, സൈക്ലിംഗ്, പിന്നെ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്. സിപ്പ് ലൈനൊക്കെ ഉണ്ട് കേട്ടോ. നല്ല ഒടുക്കത്തെ തണുപ്പാണ്. ഈ തണുപ്പിന് ഇവരെല്ലാം ഇങ്ങനെ ഈ വെള്ളത്തിൽ കളിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. പിന്നെ ഈ റിസോർട്ടിൻ്റെ ഏറ്റവും അട്രാക്റ്റീവ് സ്പോട്ട് ഈ ഒരു ബ്രിഡ്ജാണ്. ബ്രിഡ്ജിൻ്റെ മുകളിൽ കയറിയിട്ട് നേരെ അങ്ങോട്ടേക്ക് നോക്കിയാൽ നല്ല ചളിയും വെള്ളം ഒഴുകുന്ന കാണാം. മഴ ആയതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ. ഇതിൻ്റെ നേരെ പോയി കഴിഞ്ഞാലാണ് വാട്ടർഫോൾ. വാട്ടർഫോൾ എന്ന് പറയുന്നത് ഇവർ ആർട്ടിഫിഷ്യലായിട്ട് ക്രിയേറ്റ് ചെയ്ത സംഭവമാണ്. എല്ലാവരും ഫോട്ടോ വീഡിയോ എടുക്കുന്നതുകൊണ്ട് തന്നെ നമുക്കും ഒരു ആഗ്രഹം ബ്രിഡ്ജിന്റെ മുകളിൽ നിന്ന് ഫോട്ടോ എടുക്കണം. അങ്ങനെ ഫോട്ടോ എടുത്തു. ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ സിപ്പ് ലൈൻ. ഇതിന് എക്സ്ട്രാ പേയ്മെന്റ് ഉണ്ട്. എൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് തന്നെ നിഖിലേട്ടൻ എനിക്ക് തരാൻ വിചാരിച്ച സർപ്രൈസ് ഗിഫ്റ്റ് ഞാൻ നേരത്തെ കണ്ടുപോയി. അതുകൊണ്ട് തന്നെ ഇത് ഇപ്പോൾ പൊട്ടിക്കാന്ന് വിചാരിച്ചു. അതിനുശേഷം നമ്മൾ ഡിന്നർ കഴിക്കാൻ പോയി. ഡിന്നർ കഴിക്കുന്നത് ഒരു ലോങ് വീഡിയോ ആയതുകൊണ്ട് അത് ഞാൻ അടുത്ത ഷോർട്സിൽ ഇടുന്നതായിരിക്കും. അപ്പോൾ ശരി.